നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ആ ഡൽഹി സന്ദർശനത്തിന് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇതൊരു പുതിയ തുടക്കമാകും. തീർച്ചയായിട്ടും പ്രജിത. കാരണം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് അറിയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കേരളവും ബംഗാളും മാത്രമാണ് ഒരു കാര്യവും ചോദിക്കാത്തതും. സെൻട്രൽ ഗവൺമെന്റ് തന്നെ പല കാര്യങ്ങളും റിപ്പോർട്ട് തരും അതനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും വേണ്ടിയാണ്. കൊടുക്കാത്തത് കേരളവും ബംഗാളുമാണെന്ന് എപ്പോഴും അറിയുന്ന കാര്യമാണ്. വളരെ നിർബന്ധം പറഞ്ഞ് ചീഫ് സെക്രട്ടറി തലത്തിൽ ഇടപെടുകയാണെങ്കിൽ ബംഗാളിന് എന്തെങ്കിലും ഒരു കടലാസിൽ കുത്തി വരച്ചു കൊടുക്കും. ഈ നമ്മുടെ കാരണഭൂതനായ പിണറായി ഭരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒന്നും കൊടുക്കില്ല. എത്ര കോടി രൂപ പ്രളയത്തിന് കൊടുത്തു, അതെങ്ങനെ ചെലവായി എന്ന് ചോദിച്ചാൽ ചെലവായ കണക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് ബാക്കിയുള്ള പൈസ ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ വയനാട് ദുരന്തത്തിന് എന്തിനൊരു കണക്ക് വേണ്ടേ? ഇങ്ങോട്ട് തരൂ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവിടെ ചെലവാക്കിയിരിക്കുന്നത് നമുക്കറിയാം അല്ലേ? ഒരു കാര്യമില്ലാണ്ട് ഇവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെങ്കിലും വേണ്ടിയിട്ടും പിണറായിയുടെ പടം മുകളിൽ നിന്ന് ചിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് അറിഞ്ഞൊരു കാര്യം, നമ്മളുടെ മുഖ്യമന്ത്രിയായിട്ട് മോഡിജി ഇരിക്കുന്നതിന് മുമ്പും അഹമ്മദാബാദ്, ഗുജറാത്തിലൊക്കെ പോയിട്ടുണ്ട് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക്. പ്ലേഗ് വന്നിട്ട് നാമാവശേഷമായി പോയൊരു സ്ഥലമാണ് സൂററ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഭൂമി ഉലുക്കം വന്നത്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ താഴേക്ക് ഇടിഞ്ഞു പോയി. വളരെ മോശം അവസ്ഥയിലായിരുന്നു നമ്മളുടെ മുഖ്യമന്ത്രിയായിട്ട് മോഡിജി വരുന്നതിന് മുമ്പ്. ഗുജറാത്തിലെ അവസ്ഥ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ വേറെ ഞങ്ങളുടെ മഹിളാ മോർച്ചയുടെ ഒരു നാഷണൽ കൺവെൻഷൻ അവിടെ വെച്ച് നടക്കുമ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾ എല്ലാവരെയും കൂടി അവിടെ പോയപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ടോ ആ നർമ്മദാ നദീതീരങ്ങൾ ഒരു മീറ്റർ നടന്നതാണോ സംശയമുണ്ട്. നദീതീരം പറയാം. മെയിനായിട്ടുള്ള നദിയുടെ കരയിലൊക്കെ ഭയങ്കര ഒരു ഫോറിൻ കൺട്രിയിൽ പോയ പോലെ. അപ്പം ഞങ്ങൾ കറിയിൽ നിന്ന് ഇറങ്ങി ചോദിക്കുമ്പോൾ അവിടേക്കാണ് ബെഹൻജി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇന്ത്യയിലാട്ടോ പറയുന്നത്, ഭയങ്കര മോശമായിരുന്നു, മോഡിജി വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും നല്ലതായത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം കണ്ടിട്ടില്ലാത്ത, അതായത് ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെ ആണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചത് ഇവരുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇന്ത്യയിൽ ആകമാനം സഞ്ചരിക്കുമ്പോഴും NDA സർക്കാർ ഭരണത്തിലിരിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നല്ല നല്ല പുരോഗതി വരുന്നുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലം വരുന്നു, അതിനുള്ള മലമുകളിൽ പോലും വലിയ വലിയ നീല ട്യൂബുകൾ വരുന്നു. ആയുഷ്മാൻ ഭാരത് എല്ലാ സ്ഥലത്തും നടപ്പാക്കുന്നു. പ്രസിദ്ധയ്ക്ക് അറിയാമോ, ആയുഷ്മാൻ ഭാരതം നടപ്പാക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരള, തൊട്ടപ്പുറത്തുള്ള കർണാടകയിലുണ്ട്, തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലുണ്ട്. അവിടെ ഇന്ത്യയല്ല ഭരിക്കുന്നത് എങ്കിൽ പോലും. അപ്പം ഞങ്ങൾ പറയും ഇത് ഇന്ത്യയിൽ മുഴുവനുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് 3 മണിക്കൂർ യാത്ര ചെയ്താൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ എത്താം. അവിടേക്കും ഉണ്ട്. അവിടെയുള്ള ആൾക്കാർ അമൃത് കുടിച്ചിട്ടില്ല പ്രജിത. ഇവിടെയുള്ള ആൾക്കാർ അമൃത് കുടിച്ചു എന്നാണ് പിണറായി സഖാവ് പറയുന്നത്. എൻ്റെ നാട്ടിലെ പിണറായിക്ക് ആൾക്കാർ, ദേഷ്യമുള്ള ആൾക്കാർ പറഞ്ഞൊരു വാക്കാണല്ലോ, അതാണ് നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് ഞാൻ പറയില്ല കേട്ടോ. അത്ര മോശമായിട്ട് ദേഷ്യമുള്ള ആൾക്കാർ പറയാറുണ്ട് പിണറായിയെ കുറിച്ച്, ഒരു മാറി എന്നുള്ള ഒരു ഇതിൽ പറയും. പക്ഷെ അത് എൻ്റെ വായിന്ന് വരില്ല. എന്തായാലും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കി തന്നിട്ടാണ് അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയത്. പറഞ്ഞു വന്നത്, കേന്ദ്ര സർക്കാർ എപ്പോഴും പറയുന്നത് കേന്ദ്രത്തിൻ്റെ പൈസയല്ല, ഇന്ത്യയിലിരിക്കുന്ന ജനങ്ങൾ മുഴുവനും കൊടുക്കുന്ന പൈസയാണ് കേന്ദ്രത്തിലേക്ക് വന്നു ചേരുന്നു. സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിഹിതം, അതായത് GST തുടങ്ങി അവരുടെ വിഹിതം കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയുമുള്ള പൈസയിൽ നിന്നാണ് നമ്മളുടെ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റി വരികയാണെങ്കിലും ഒക്കെ കൊടുക്കുന്നത്. ഈവൻ കോവിഡിൻ്റെ സമയത്ത് പോലും എത്രമാത്രം രൂപ വന്നു. നമ്മൾ പറഞ്ഞു വന്നത്, തുടങ്ങിയത് സതീശൻ അവിടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം എന്തോ ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടി തലത്തിലുള്ള ആൾക്കാരെ കാണട്ടെ. പക്ഷേ മോഡിജി ചെയ്തിരുന്ന പോലെ എൻ്റെ ഒരു സജഷൻ, അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കയറണം. പൊതുമരാമത്ത്, ആരോഗ്യം, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് നല്ലൊരു റാപ്പ് ബിൽഡ് ചെയ്യണം. മുഖ്യമന്ത്രി തന്നെ വന്നിരിക്കുന്നു, ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഇവിടെ വന്നിരിക്കുന്നു, ഞങ്ങളോട് കാര്യങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ആഫ്റ്റർ ഇദ്ദേഹത്തിൻ്റെ വിസിറ്റിനോടനുബന്ധിച്ചുണ്ടാകാൻ പോകുന്ന ഒരു മനസ്ഥിതി തന്നെ മാറും. കേരളവും മുഖ്യധാരയിലേക്ക് വരും. ഇപ്പൊ കേരളം മുഖ്യധാരയിലല്ല, ഏറ്റവും പുറകിലേക്ക് പിടിച്ചു വലിച്ചു നിർത്തിയിരിക്കുകയാണ്. കാരണം ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രജിത, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മളുടെ അതായത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു വലിയൊരു അതിവേഗ റോഡുകൾ എല്ലാ സ്ഥലത്തും
അടൽജി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 4 വഴി പാത അതിവേഗ പാത വരുത്തുവാനുള്ള ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. നമ്മൾ സേലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പറക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പൊ അച്യുതാനന്ദൻ പറയാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്തിരി സമയം എടുത്ത് അവിടെ ചെന്നു എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. ആ പറഞ്ഞ ആൾക്കാരാണ് കേരളയിൽ കൂടെ കാശ് വരുന്ന അറിഞ്ഞപ്പോ എന്തുമാത്രം അപ്പം ചുടാനൊക്കെ പോയി. ഗോവിന്ദ മാഷ് പറഞ്ഞില്ല, അത് കയറി ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി എറണാകുളത്ത് കൊണ്ടോ എവിടെയും കൊണ്ടുവന്ന് അപ്പം വിട്ട് അടുത്ത മണിക്കൂർ ട്രെയിനിൽ തിരിച്ചു പോകാനൊക്കെ. ഇവർക്ക് പുരോഗമനം ഇഷ്ടമല്ല. പുരോഗമനം ഉണ്ടാവുകയാണെങ്കിൽ ജയ് ജയ് വിളിച്ച് ഇൻകുലാബ് വിളിച്ച് നടക്കാൻ ആൾക്കാരില്ല. ഇവരുടെ മക്കളെ ആരെയും ഇവര് ഒരു പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് അയക്കുകയോ അടി കൊള്ളുകയോ ജയിലിൽ കിടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലോ. ഇവരുടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായിയുടെ മകനും മകളും നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല നിലയിൽ പഠിപ്പിച്ചു. പക്ഷെ അവരെയൊന്നും ജയ് ജയ് വിളിക്കാൻ അയച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദ്യം പോയിട്ട് ചെയ്യേണ്ടത് കേരളത്തിന് കിട്ടാനായിട്ട് പരിശ്രമിക്കുക. ധാരാളം പാലങ്ങൾ, അത് മേൽപ്പാലങ്ങൾ, റെയിൽവേ ക്രോസുകൾ എല്ലാം ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ എറണാകുളം ജില്ലയിൽ തന്നെ ധാരാളം ചെറു ചെറു ദ്വീപുകളുണ്ട്. മെയിൻലാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ 10 കോടി രൂപയുടെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ ടോയ്ലറ്റുകൾ, ഈ താന്തോണിത്തുരുത്തിൽ കുറെ ടോയ്ലറ്റ് പണിത് കൊടുത്തു. അതിനും വലിയ പുച്ഛം. എന്തിനാണ് സ്ട്രെസ് വെച്ചിരിക്കുന്നത്? ശൗചാലയം പണിയാൻ. ശൗചാലയം വേണ്ടേ? നമുക്ക് ശൗചാലയം വേണ്ട. നിങ്ങൾ അവിടെ ദ്വീപിലൊന്ന് പോയി നോക്കൂ. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ അല്ലാണ്ട് പല ജീവിത സാഹചര്യത്തിലും മനുഷ്യരുണ്ട്. ഒരു ആഴ്ച എനിക്ക് എത്ര ശൗചാലയത്തിന്റെ റിക്വസ്റ്റാ വരുന്നത്, മാഡം എന്തെങ്കിലും ചെയ്തു തരുമോ, ചേച്ചി എന്തെങ്കിലും ചെയ്തു തരുമോ, മോളെ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട. ഇനിയിപ്പോൾ അമൃത് കുടിച്ച് നമുക്ക് അസുഖം ഇല്ലാത്തതുകൊണ്ട് ആയുഷ്മാൻ ഭാരതിൽ വേണ്ട എന്ന് പറഞ്ഞ പോലെ അമൃത് കുടിച്ചവർക്ക് വയറ്റിൽ നിന്ന് പോവില്ല എന്ന് പറയുമോ? ശൗചാലയം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ട. താന്തോണിത്തുരുത്തിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ബോർഡ് അടിച്ചു വെച്ച എല്ലാ വീടുകൾക്കും ടോയ്ലറ്റ് ഉണ്ട്. അവർ 2-3 ദിവസം മാത്രമേ ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മോശം കൺസ്ട്രക്ഷൻ. അവരുടെ സാഹചര്യം പരിഗണിച്ചിട്ട് വേണ്ടി ഉണ്ടാക്കാൻ. ഇപ്പോൾ അവർക്കൊരു പണ്ടൊക്കെ വീടുകളുടെ പുറത്ത് നമുക്ക് എന്താണ് സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു മുറി ഉണ്ടാവും, സ്റ്റോർ ചെയ്യാനായിട്ട് തേങ്ങ, മാങ്ങ, ചക്കയൊക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ വയ്ക്കാണ്ട് ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഇതായിട്ടാണ് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇടാനുള്ള ഒരു ഡംപിങ് മുറിയായിട്ടാണ് അവർ ഈ ശൗചാലയത്തിനെ വെച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. സതീശൻ പറഞ്ഞ പോലെ അദ്ദേഹം വന്ന വരവിൽ കുറേ നല്ല കാര്യങ്ങൾ പിണറായി ചെയ്തു വച്ചിരിക്കുന്ന പല ദുഷിച്ച കാര്യങ്ങളും ഒഴിവാക്കും. അതായത് കേസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ നമ്മളുടെ പ്രളയ സമയത്ത് ദുരിതം അനുഭവിച്ചവർക്കുള്ള ഇതുവരെ കിട്ടാത്ത രൂപ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ അർഹതയുള്ള രൂപ കൊടുക്കുക. ധാരാളം കേന്ദ്ര സർക്കാർ പ്രോജക്റ്റുകളുണ്ട്. KV തോമസിനെ കൊണ്ട് നടപ്പിച്ച പോലെയല്ല, അംബാസഡർ, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ഇപ്പോൾ അദ്ദേഹം നടക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രജിത. യു ഡോണ്ട് നീഡ് ആൻ അംബാസഡർ. പക്ഷേ വേറൊരു കാര്യമില്ലേ, പറയും. പക്ഷേ ഇവിടെ നിന്ന് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നു. കേന്ദ്രത്തിൽ ചെന്ന് മോദിജി ഉൾപ്പെടെയുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിമാരെ, മോഡിജിയോ മന്ത്രിമാരെയോ ഒന്നും കാണണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. മോഡിജി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മന്ത്രിമാരെ ഒന്നും കാണണ്ട. അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ അവിടെയുള്ള ചീഫ് സെക്രട്ടറി, ആ വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ വരും, കാണും. മന്ത്രിമാരെ കണ്ടും പറഞ്ഞോളൂ. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രിക്ക് കേരളത്തിന് മാത്രമായിട്ട് നടന്നോ നോക്കാൻ പറ്റില്ല. അപ്പൊ കൺസേൺഡ് ഉദ്യോഗസ്ഥന്റെ നമ്പർ മേടിച്ചു വെച്ചാൽ മുഖ്യമന്ത്രി വിളിക്കുന്നതിന് തക്കതായ പരിഗണന കിട്ടും. നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നടക്കും. ഇവിടുന്ന് പോകുന്ന ഓരോ ജനപ്രതിനിധി ആവട്ടെ അല്ലെങ്കിൽ ആവശ്യക്കാരാവട്ടെ അവിടെ എന്തുമാത്രം പരിഗണന കിട്ടുന്നത്. നമ്മളെ വിളിച്ചു കയറ്റി സെക്രട്ടറി റാങ്കിലുള്ള ആൾക്കാർ നിങ്ങളുടെ പ്രശ്നം എന്താണ്, അതിവിടെ വരുന്നുണ്ട്. ഇപ്പൊ താന്തോണിത്തുരുത്ത് തന്നെ ഇൻലാൻഡ് നാവിഗേഷൻ സർബാനന്ദ് സോണോവാൾജിയുടെ മിനിസ്ട്രിയുടെ താഴെ വരുന്ന ഒരു ഇതാണ്. അവിടെ പോയപ്പോൾ ദേ മാഡം യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ മാപ്പ്, ഇത് കേരളയാണ്, നിങ്ങൾ പറയുന്ന സ്ഥലം ഈ മാപ്പിലാണ്, ഇറ്റ്സ് ഡൺ. ഞാൻ നോക്കുമ്പോൾ എറണാകുളം, സാർ ഇതാ എറണാകുളം എന്ന് പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് അംബാസഡറെ ആരെയും വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിൽ നിന്നും ഒരു അദാലത്ത് വഴി മനസ്സിലാക്കി അവിടെ പോയി ഓരോ കൺസേൺ മിനിസ്ട്രിയിലും പോയി മുഖ്യമന്ത്രി വരുമ്പോൾ എന്ത് ജോഷ. മുഖ്യമന്ത്രി തന്നെ വന്നിരിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന അംബാസഡറിന് കിട്ടുന്ന പരിഗണനയൊന്നുമല്ല അല്ലേ. അതൊരു കേരള ഗവൺമെന്റ് കാറിൽ പോകുന്നതും CM എന്ന് വെച്ച കാറിൽ ചെല്ലുന്നതും ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ അവർ ചെയ്തുകൂടാ. അല്ലെങ്കിൽ തന്നെ എഴുന്നേറ്റ് നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നതും നമ്മളുടെ കാര്യങ്ങൾ കേൾക്കുന്നതും. കാരണം അവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മേടിക്കുന്ന ശമ്പളം ഈ വരുന്ന ആളുകളുടെ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്.
അപ്പോൾ വി ഡി സതീശൻ അവിടെ പോയിട്ട് എന്തിനു പോയി നമുക്കറിയില്ല. അദ്ദേഹം വേണമെങ്കിൽ ഖഡ്ഗയെ കാണാനും അല്ലെങ്കിൽ ഗണ്ഡി ഫാമിലിയെ കാണാനൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു നല്ല ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം ചെന്നാൽ മതി. അപ്പോയിൻമെൻറ്റ് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ടതായ പരിഗണനയും കേരളത്തിന് കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ 5 വരുന്ന കൊല്ലങ്ങളിലും നമ്മൾ ഇത്രയും നാളും അനുഭവിച്ച ദുരിതങ്ങൾ, ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എല്ലാം മാറ്റാൻ കഴിയും. അതുപോലെ ആയുഷ്മാൻ ഭാരത് മുതലായ പദ്ധതികൾ എത്രയും വേഗം കേരളത്തിൽ മാത്രമേ നടപ്പാക്കാത്തുള്ളൂ. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും, ഒരു വീട്ടിൽ 4 പേരെന്ന് വെച്ചോളൂ, ഭാര്യയും ഭർത്താവും ചേച്ചി ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഇവർ പറയുന്നു ഇന്ദിര ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. 25 ലക്ഷം രൂപയൊന്നും ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും എന്തായാലും ജയിച്ചല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ എലി വെറ്റി നിൽക്കുന്ന പത്തായം വഴി നടക്കില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, മുദ്രാ ലോൺ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബാങ്കുകാർ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാണ്, ഇല്ല എന്നും പറഞ്ഞിട്ട്. അതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഈ രാജീവ് മിനിസ്റ്റർ ഒരു തവണ പറയണ്ടേ 3 ലക്ഷത്തിൽ പരം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് ഈവൻ റോഡിലിരുന്ന് വിൽക്കുന്നവരെ കൂട്ടിയാൽ പോലും അത്രയില്ല കേരളത്തിൽ തുടങ്ങിയെന്ന്. പക്ഷെ അതൊക്കെ തുടങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ കുറച്ച് പേപ്പർ വർക്ക് ചെയ്യുക, കുറച്ച് ആലോചിക്കുക, എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ എന്ന് മനസ്സിലാക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അവകാശമാണ്, ഔദാര്യമല്ല. അത് മുഖ്യമന്ത്രി മനസ്സിലായി അടുത്ത പോക്കിൽ, ഈ പോക്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത പോക്കിൽ ഇവിടെയുള്ള എല്ലാ സെക്രട്ടറിമാരെയും വിളിച്ചിരുത്തി അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ജനപ്രതിനിധികളെയും അല്ലാത്ത പ്രവർത്തകരെയും ബാക്കിയുള്ള പൊതുജനങ്ങളെയൊക്കെ വിളിച്ചിരുത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഡൽഹി പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പറയാനുള്ളത്. വി ഡി സതീശ മുഖ്യമന്ത്രിയാവും. പ്രധാനപ്പെട്ട പയൻസ് എന്ന് പറയുന്നില്ല, ഒരു സിനിമ ഉണ്ടല്ലോ, സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാവും. എല്ലാവരെയും ചേർത്ത് പിടിക്കും. കേന്ദ്രം കൂടെയുണ്ട്.